നമ്മൾ പരിപ്പ് കറി വെക്കാൻ വേണ്ടി ഈ ചെറുപയറിൻ്റെ തോല് കളയുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ചെറുപയർ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം, വറുത്തെടുക്കാം. ഇത് മൂക്കാൻ തുടങ്ങി. നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചില്ല, ചുമ്മാതെ ചീനിച്ചട്ടിയിലിട്ട് ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കും. ഇപ്പം വെള്ളം കുറഞ്ഞു കൊടുക്കണം ഇതേപോലെ. എന്നിട്ട് ആ വെള്ളം പറ്റുന്നിടം വരെ ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കണം. വെള്ളം എല്ലാം പറ്റി ആ വറുത്ത പയർ ഈ പേപ്പറിലോട്ട് നമ്മുടെ ഈ കുഴവി വെച്ച് അതിൻ്റെ മേളിൽ കൂടെ പെയ്യൊന്ന് കൊടുക്കണം. രണ്ടായിട്ട് പൊളന്നാൽ മതി. ഓക്കെ, നമ്മളത് വൃത്തിയായിട്ട് പൊളത്തിയെടുത്ത് ഇങ്ങനെ പേപ്പറിലിട്ട് കല്ല് വെച്ച് പെയ്യൊന്ന് ഉരുട്ടിയാൽ മതി. അത് രണ്ടായിട്ട് തന്നെ പൊളന്ന് കിട്ടും. മിക്സിയിലൊക്കെ നമ്മൾ അടിക്കാൻ നിന്നാൽ ഇതങ്ങ് പൊടിഞ്ഞു പോകും. രണ്ടായിട്ട് പൊളന്നിരിക്കണം. തിരിഞ്ഞ് ഇട്ടാൽ മതി. കണ്ടോ, ഒരു പയർ പോലും താഴെ പോയി. നമുക്കിതൊന്ന് പാറ്റിയെടുക്കണം. ഈ തോല് കളയണം. ഇത് കണ്ടോ, അതിൻ്റെ തോല് കളഞ്ഞെടുത്താണ്ടോ, കണ്ടോ പാറ്റിപ്പം തോല് പോയത് കണ്ടോ. ആ വെള്ളം ഒഴിച്ചത് കൊണ്ടാണ് അതിങ്ങനെ തോല് പോകാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ തോണത്തിന് പെട്ടെന്നൊരു പരിപ്പ് കറി വെക്കാനായിട്ട് ഇതേപോലെ ചെയ്താൽ മതി. പരിപ്പ് കറി വെക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇതേപോലെ പരിപ്പെടുത്ത് പരിപ്പ് കറി വെക്കുന്നതായിരിക്കും.